ഓടുന്നീ ഇവനില്ലേ വെള്ളിങ്ങനെ ഒഴുകുന്നതിലും കാണിക്കും ഇതിന്റെ മേലെ നെല്ലുള്ളിലെടുത്തു വളരെ ഡിങ്കോൾഫിയായ വഴിയാണ് ഗൈസ്. എടി ഇതെല്ലാം കട്ടാക്കൂലേ വോയിസ്? അങ്ങനെ നിർത്തുള്ളൂ ടീച്ചർ. അവരിലെടുത്തോ സോറിയടാ നടക്കുവല്ലോ. എന്നിട്ട് ക്യാമറ ഓണായിട്ട് പോവാ. സപ്പോർട്ട് ആരും പിടി മേലെ മേലെ വയലും കണക്കി ചേച്ചി അത് പേടിച്ചിട്ട് പോകണ്ടില്ല. വണ്ടി വേണ്ട അങ്ങോട്ട് അങ്ങോട്ട് എല്ലാരും നടക്കും എല്ലാരും നടക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് വിട്ടി നമ്മൾ വർഷകാലത്ത് തീറ്റ കൊടുക്കുന്നതാണ് കേട്ടാ. ചിരട്ട വെച്ചത് അത് തീറ്റ കൊടുത്തത് മുഴുവൻ കഴിഞ്ഞു കുടിച്ച് തീർത്ത്. ഇത് 6 ഫ്രെയിം ഉണ്ടാവും, 6 ഫ്രെയിമിലും അടിയുണ്ട്. എടുത്താ മോനെ പിന്നെ വണ്ടിക്ക് ഇത് പൊളിച്ച് ഇത് കൊടുത്തോ അടിയല്ലേ പഠിക്കൂലേ പോയിക്കൂടെ സ്വാധീനങ്ങളും എടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് ചെല്ലെടുത്തോ. ഇതാണ് പല ഒന്നിലാറല്ലേ അങ്ങോട്ട് എടുക്കും കിട്ടിയില്ലേ? ഫുൾ ഷോട്ട് എടുത്ത് കവറുണ്ട്. ഇല്ല അത് കട്ട് ചെയ്യാൻ മാത്രം എടുക്കുന്നത്. നമസ്കാരം. ഞങ്ങൾ കൊയ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ ഗേറ്റ്സ് അംഗങ്ങളാണ്. തേനീച്ചകളെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ പപ്പാട്ടിനോട് ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇല്ലില്ല അപ്പൊ ഏവർക്കും നമസ്കാരം. പപ്പയുടെ സ്വാഗതം. അപ്പൊ ഈ തേനീച്ച വളർത്തലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച ഘടകങ്ങൾ ഇതിലേക്ക് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്?
ആദ്യമായി ഒരു 17 വയസ്സിൽ നിങ്ങളെപ്പോലെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാകുമ്പോൾ ഈ കൊച്ചുകളെ ഉപയോഗിക്കാൻ വേണ്ടി കാട്ടിൽ പോകുക. നമുക്ക് കൊച്ചുകളിലെല്ലാം കൊച്ചുകളിൽ പണ്ട് അന്നത്തെ പിന്നെ ആദ്യം മണ്ഡലത്തിലാക്കി. പിന്നെ മണ്ഡലത്തിൽ ശ്വാസമെല്ലാവരും പറന്നു പോകുന്നതുകൊണ്ട് രക്ഷിതാക്കളോട് കൊണ്ട് കൊച്ചിനെ വാങ്ങിയിട്ട് കൊച്ചിയിലാണ് ആദ്യം എൻ്റെ വളർത്തി. അതിനോട് താല്പര്യം, ധൈര്യമല്ല താല്പര്യം. ആ താല്പര്യം കൊണ്ട് 2-3 തവണ പരാജയപ്പെട്ടിട്ടും പിന്നെയും വീണ്ടും അതിനകത്ത് തന്നെ പോയി. അങ്ങനെ തുടങ്ങി ഒരു 18 വയസ്സ് തുടങ്ങി. പിന്നെ 1992 ഉച്ചയ്ക്ക് മാരകമായ വൈറസ് രോഗം കൊണ്ടുവന്നിട്ട് മുഴുവൻ കഴിച്ചു വരുന്നു. അതിനുശേഷം പിന്നെ ആ സമയം നിർത്തുന്ന സമയം 300 പൊട്ടിയിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് നിർത്തി. അതിനുശേഷം ഒരു 7-8 കൊല്ലം അവിടെ നിർത്തി വെച്ചു. ഇത് മറ്റുള്ള തൊഴിലേക്ക് പോയി വീണ്ടും തേനീച്ചയിലേക്ക് വളർത്തലിലേക്ക് പിന്നെ വന്നു. അതിനുശേഷം 1000 പെട്ടികളും ഉണ്ടായിരുന്നു. അത് മുഴുവൻ നോക്കി സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാരണം കുറേശ്ശെ വിറ്റ് ഇപ്പോൾ ഒരു 300 പെട്ടി ഇപ്പോഴുണ്ട്. തീർച്ചയായിട്ടും ഒരു പൊട്ടിയിൽ നിന്ന് ശരാശരി പിന്നെ ഒരു പൊട്ടിയിൽ അപ്പോൾ രണ്ടും ഒരു കൂട്ടിക്കലർത്തി താരം ചെയ്യുമ്പോൾ അത് മുഴുവൻ നോക്കി സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാരണം കുറേശ്ശെ വിറ്റ് ഇപ്പോൾ ഒരു 300 പെട്ടി ഇപ്പോഴുണ്ട്. തീർച്ചയായിട്ടും ഒരു പൊട്ടിയിൽ നിന്ന് ശരാശരി പിന്നെ ഒരു പൊട്ടിയിൽ നിന്ന് അപ്പോൾ രണ്ടും ഒരു കൂട്ടിക്കലർത്തി താരം ചെയ്യുമ്പോൾ ഒരു ശരാശരി പൊട്ടിയിൽ നിന്ന് 10 കിലോ ലെവലിൽ കിട്ടും. 10 കിലോ പിന്നെ ശരാശരി ഒരു പൊട്ടിയിൽ കിട്ടും. 100 പൊട്ടിയുണ്ടെങ്കിൽ ഒരു 20 കിൻഡൽ, അല്ല 100 പൊട്ടിയുണ്ടെങ്കിൽ ഒരു കിൻഡൽ, അല്ല 100 കിലോ അല്ലേ, അല്ല 10 പൊട്ടിക്ക് ഒരു 10 കിൻഡൽ. മുന്നോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ തടസ്സങ്ങൾ ഇല്ല. ഇതിന് വർഷകാലത്ത് പൂച്ച ഉണ്ടായിരുന്നു. ചേർത്തഴിച്ചിട്ടില്ല. അതിനകത്ത് പിന്നെ പഞ്ചസാരലായന് കുഴിച്ച് വെക്കണം. വർഷകാലത്ത് മാത്രം. വേനൽക്കാലം പിന്നെ ഭക്ഷണം കിട്ടുന്ന സമയത്ത് കൊടുക്കണ്ട. ഈ ക്ഷാമകാലത്ത് മഴ തുടങ്ങി നല്ലോണം തുടങ്ങിയാൽ ജൂൺ മുതലാണ് നമ്മൾ കൊടുത്തത്. ജൂൺ 1 മുതൽ പിന്നെ ജനുവരി തുടങ്ങുമ്പോൾ നിർത്തും. സീസണിനാവുക അങ്ങനെ പക്ഷേ പിന്നെ നിർത്തും. പിന്നെ കൊടുക്കണ്ട. നമ്മളെപ്പോലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത് ലാഭകരമാണ്. തീർച്ചയായിട്ടും ഇതൊരു പിന്നെ ഒരു തൊഴിലില്ല എന്നിപ്പോൾ വെറുതെ പറഞ്ഞാണ്. നമ്മൾ അന്വേഷിച്ചാൽ തൊഴിലുണ്ടാവും. തേനീച്ച വളർത്താൻ നല്ലൊരു വരുമാന മാർഗമാണ്. നല്ലൊരു നേരം പോവാൻ എന്താണെന്ന് വെച്ചാൽ സമയം പിന്നെ നല്ല രസത്തിൽ പോകാൻ ഇത് വളരെ ഗുണകരമാണ്. തേനീച്ച വളർത്തൽ ഞാൻ തുടങ്ങിയിട്ട് 18 വയസ്സ് തുടങ്ങിയിട്ട് ഇന്നിപ്പം 71 വയസ്സായി എനിക്ക്. ഇത്രയും കാലത്തിൽ ഒരു 5 കൊല്ലം ഈച്ചയ്ക്ക് രോഗം വന്നിട്ട് നിർത്തിയിട്ട് പോയിട്ടില്ല. നിർത്തിയിട്ട് അതുവരെ തേനീച്ച കൊണ്ടുതന്നെയാണ് നമ്മൾ ജീവിച്ചതും തോട്ടങ്ങൾ വാങ്ങിയതും എല്ലാം തേനീച്ച വളർത്തലില്ല. തേനീച്ചനെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പറയാമോ? പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഒന്നാമതായിട്ട് ഉറുമ്പ് ശല്യങ്ങൾ. അത് ഉറുമ്പ് കയറിയാൽ കൂട്ടത്തോടെ കയറിയാൽ തേനീച്ചനെ കടിച്ച് തിന്നു അത് കൂട് വിട്ടു പോകും. അതിന് അടിയിൽ ഉറുമ്പ് പൊടിയിടുക,
അല്ലെങ്കിൽ വെള്ളം ഒരു ചെറിയ ചിരട്ട പോലത്തെ ഒരു സാധനത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ നിന്നിറക്കി സ്റ്റാൻഡ് വെച്ചിട്ട് വെള്ളം 4 ഭാഗം കെട്ടിയിട്ട് അങ്ങനെ പിന്നെ വളർത്ത് സമയം പിന്നെ സെറ്റ് പിരിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. തെറ്റി പിരിഞ്ഞ് പോകുന്ന സമയത്ത് അത് പിന്നെ അത് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മാസങ്ങളിൽ ഇത് സെറ്റ് പിരിഞ്ഞ് പോകും. ഒരു കൂടുന്ന ഒരു 3 or 4 സെറ്റ് ഉണ്ടാക്കിയെടുക്കാം തിരിച്ചെടുത്തിട്ട്. അതുകൊണ്ട് ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം തിരിഞ്ഞ് പോകുന്നതിന്. തിരിഞ്ഞ് പോയാൽ കുറേ ഭാഗം കുറേ പോവും. അപ്പോൾ കുട്ടി ഉൽപ്പാദനം കുറയും. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. മാർക്കറ്റ് തേന് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ ഇങ്ങോട്ട് വരും. സാധനം പിന്നെ തേനാണ്, വളരെ ഔഷധ പ്രാധാന്യമുള്ള സാധനമാണ്. പിന്നെ അതുകൊണ്ട് ആൾ അറിഞ്ഞിട്ട് വരുന്നു ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കിട്ടുന്നു. പിന്നെ മാർക്കറ്റിങ് പിന്നെ വലിയ വലിയ മാർക്കറ്റിങ്ങൊക്കെ കൊടുക്കണ്ടെങ്കിൽ പിന്നെ കണ്ണൂർ, തലപ്പുറം അങ്ങനെയുള്ള കടകളിൽ പോയി അന്വേഷിച്ചിട്ട് പോയി അങ്ങനെ കൊടുക്കും. മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായിട്ടില്ല ഇതുവരെ. പറയാന്ന് വെച്ചാൽ പിന്നെ ഭാവിയിൽ ഇതന്യം നിന്ന് പോകുന്ന ഒരു തൊഴിലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പഴയ ആൾക്കാർ മാത്രമേ വളർത്തുന്നുള്ളൂ. ഭാവിയിലുള്ള കുട്ടികളെങ്കിലും ഇതിനോട് താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്ന് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ ഉൽപ്പന്നം ജനങ്ങൾക്ക് പിന്നെ കിട്ടാൻ വേണ്ടി, ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വലിയ സംരംഭകനോട് പരിചയപ്പെടാൻ പറ്റിയതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് നല്ല വൃത്തിക്ക് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞതിന് പപ്പാട്ടിന് കൊയ്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വക നന്ദി അറിയിക്കുന്നു.